ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർടെക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എങ്ങനെ ഒരു കുഞ്ഞു റോബോട്ട് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് 2 ഗിയർഡ് മോട്ടറും അതുപോലെ തന്നെ ഒരു ബാറ്ററിയും പിന്നെ ഒരു RC ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റിസീവറും നമുക്ക് വേണം. ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡും പിന്നെ ടെർമോക്കോളും ഒക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പീസ് ടെർമോകോൾ എടുത്തതിന് ശേഷം അതിൽ കുറേ റൗണ്ട്സ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ അളവിൽ നമുക്കത് മുറിച്ചെടുക്കാം. 2 വലിയ അളവിലുള്ളതും 2 മീഡിയം സൈസും അതുപോലെ തന്നെ 2 ചെറുതുമാണ് നമുക്ക് ആവശ്യമുള്ളത്. മുറിക്കുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ മുറിക്കാൻ ശ്രദ്ധിക്കുക, എന്നെങ്കിൽ മാത്രമേ റോബോട്ട് നല്ല വൃത്തിയെ ഓടത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഇത് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ റൗണ്ട്സ് റോബോട്ടിൻ്റെ ടയറുകളാണ്. അപ്പോൾ അത് നമുക്ക് 2 എണ്ണം വീതമുള്ള ഒരേ അളവിലുള്ള റൗണ്ട്സ് ഒട്ടിച്ചു കൊടുക്കാം. വീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇതുപോലത്തെ 2 സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ടെർമോക്കോളിൻ്റെയും 2 വശത്തും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് ഒരു ട്രയാങ്കിൾ പോലത്തെ ആകൃതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യണം. ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആ ട്രയാങ്കിൾസിൻ്റെ 3 അറ്റത്തും ഹോൾസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ ടയറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കമ്പി വളച്ചിട്ട് നമുക്ക് ഇത് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ടയർ ഊരിപ്പോകാതെ നമുക്ക് ആ കമ്പിയുടെ തുമ്പറ്റത്ത് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ടയർ നന്നായിട്ട് കറങ്ങുന്ന വിധത്തിൽ വേണം ഗ്ലൂ ചെയ്യാൻ. 3ാമത്തെ ടയർ നമുക്ക് വെക്കുന്നതിന് മുമ്പ് ഗിയർഡ് മോട്ടർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റിക്ക് ഒട്ടിക്കാം. അത് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഈ ടയർ മാത്രമാണ് ആ 3 എണ്ണത്തിലും കറങ്ങുന്നത്. അപ്പോൾ അത് നന്നായി കറങ്ങുന്ന രീതിയിൽ വേണം നമുക്ക് ഒട്ടിക്കാൻ. അപ്പോൾ അങ്ങനെ 2 സെറ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ വെട്ടിയെടുത്തതിന് ശേഷം ഒരു കാർഡ്ബോർഡിൽ അതുപോലത്തെ ആ സ്ക്വയറിൻ്റെ അളവിൽ തന്നെ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൃത്യം ഒരേ അളവിൽ തന്നെ വെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് അതുപോലത്തെ 4 എണ്ണം എടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് പിന്നീട് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സെറ്റ് ടയറും നമുക്ക് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ 2ഉം കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് 2 സെറ്റ് വയേഴ്സ് എടുത്ത് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഗിയർഡ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗിയർഡ് മോട്ടർ റോബോട്ടിൻ്റെ ബോഡിയുമായിട്ട് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ വയറ് റോബോട്ടിൻ്റെ ബോഡിക്കുള്ളിലേക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് RC റിസീവർ എടുത്തതിന് ശേഷം അതിലെ ഓരോ കൺട്രോൾസിനനുസരിച്ച് നമുക്ക് ഗിയർഡ് മോട്ടറിൻ്റെ വയർ പിരിച്ചു വയ്ക്കാം. ഇപ്പോൾ സോൾഡർ ഉണ്ടെങ്കിൽ സോൾഡർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കതൊന്ന് റോബോട്ടിൻ്റെ ബോഡിയുമായിട്ട് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. റിമോട്ടിൽ നിന്ന് വരുന്ന റേഡിയോ വേവ്സ് റിസീവ് ചെയ്യുന്നതിന് നമുക്കിതിനൊരു ആൻറ്റിന ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡ് ഫോയിലാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ബാറ്ററി കേസ് വേണം. അത് റോബോട്ടിൻ്റെ ബോഡിയുടെ ബാക്കിലായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് എടുത്ത് ഈ ഒരു ആകൃതിയിൽ വെട്ടിയെടുക്കാം. ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം. റോബോട്ടിൻ്റെ കൈകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് വളച്ചെടുത്തതിന് ശേഷം ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ കൈകളുടെ അതേ അളവിൽ തന്നെ ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുക്കാം. അപ്പോൾ 4 സൈഡ് വയ്ക്കുന്നത് കൊണ്ട് 4 കാർഡ്ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആകൃതിയിലുള്ള 2 കാർഡ്ബോർഡ് കൂടി വെട്ടിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു സ്ട്രോയുമായിട്ട് ഇതൊന്ന് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് 2ആയിട്ട് വളച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്ട്രോ ഒട്ടിച്ച് നമുക്ക് ഇങ്ങനെ റോബോട്ടിൻ്റെ ബോഡിക്കകത്തേക്ക് ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പേനയുടെ റീഫില്ല് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് പോലത്തെ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും മതിയാകും. അത് എടുത്തതിന് ശേഷം റോബോട്ടിൻ്റെ കൈകളുമായിട്ട് നമുക്ക് ഒന്ന് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് റോബോട്ടിൻ്റെ ബോഡിയിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ആ റീഫില്ല് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു സ്റ്റിക്ക് എടുത്ത് അതിലേക്കൊരു മോട്ടർ നമുക്ക് ഫിക്സ് ചെയ്യാം. അതും നമുക്ക് റോബോട്ടിൻ്റെ ബോഡിയിൽ ഗ്ലൂ ചെയ്ത് വയ്ക്കാം. റോബോട്ടിൻ്റെ കൈകളുമായിട്ട് ബന്ധിപ്പിച്ച ആ റീഫില്ലിലേക്ക് നമുക്ക് ഇങ്ങനെ 2 പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ മോട്ടറുമായി ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സ്റ്റിക്കിലേക്ക് നമുക്ക് 2 പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ 2 ദിശയിലേക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴെ കൃത്യം നടുക്കായിട്ടൊരു സ്ട്രോ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഒരു സ്റ്റിക്കോ റീഫില്ലോ എന്തെങ്കിലും മുകളിലേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടൂത്ത് പിക്ക് എടുത്ത് 2ആയി മുറിക്കാം. അതെടുത്ത് നമുക്ക് റീഫില്ലിലേക്ക്
ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ 2 എണ്ണം മോട്ടറുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സ്റ്റിക്കിലേക്ക് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം നന്നായി ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ എൻജിൻ വർക്ക്സൊക്കെ ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് ബാക്കി 2 വശം കൂടെ കാർഡ്ബോർഡ് വെച്ച് അടയ്ക്കാം. നല്ലോണം ഗ്ലൂ ചെയ്യാം. മുകൾ ഭാഗത്ത് കാർഡ്ബോർഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ നടുക്ക് ഹോളിട്ടതിന് ശേഷം വേണം ഗ്ലൂ ചെയ്ത് വയ്ക്കാൻ. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ 4 ഷേപ്പ് കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കാം. അത് പേപ്പറിൽ നമുക്കിങ്ങനെ ഒരു റൗണ്ട് ചെയ്തെടുക്കാം. അത് നന്നായി നമുക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ 2 സെറ്റും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി യോജിപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പീസ് കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുക്കാം. അത് ഇങ്ങനെ ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് വളച്ച് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പീസും കൂടെ ഒട്ടിച്ച് വെക്കണം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ കാർഡ്ബോർഡിൻ്റെ ബാക്കിലായിട്ട് നമുക്കിങ്ങനെ ഗ്ലൂ ചെയ്ത് വെക്കാം. ഇപ്പോൾ റോബോട്ടിൻ്റെ തലയുടെ വർക്ക്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ വെച്ച ആ റീഫിലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോബോട്ട്സിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു റോബോട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തായാലും ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. ഹാവ് എ നൈസ് ഡേ.